സാർ മനസ്സിലായോ എന്നെ? ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങില്. ലിംസൺ. ഇപ്പൊ അന്നത്തെ ഫ്രാക്ചർ കാരണം അത് വിട്ടില്ലേ, അന്ന് റണ്ണിങ്ങിൽ ഉണ്ടായത്. ഓർമ്മ എനിക്ക് അറിഞ്ഞൂടാ കൊറേ. എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഒരു 2.5 വർഷം ഉണ്ടാവും. അതെ അതെ. സാറ് ടീച്ച് ചെയ്ത് തുടങ്ങപ്പോഴാ? ആ സമയത്തല്ലേ? അതെ, ഒരു 2.5-3 വർഷം. അപ്പോഴാണ്. ഇപ്പൊ എന്താ ഇതൊക്കെ പരിപാടി? ഒന്നുമില്ല, ഞാനിപ്പോ വ്ളോഗിങ് ഒക്കെ നടക്കാണ്. അങ്ങനെ ഇതെന്താ? ഇത് സാറിന് തരാനായിട്ടാ. ഹാപ്പി ബർത്ത്ഡേ. അതെയോ? അതെ. മനസ്സിലായി. അത് ഞാൻ അന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെയോ? അതിന് വേണ്ടി പോകുന്നതാണ് നീ? അതെ. അപ്പൊ എന്നെ ഇവിടെ നിന്ന് കിട്ടി? സാറിന് ഞാൻ ഇവിടെ വരുന്ന എനിക്ക് മനസ്സിലായി. അതെങ്ങനെ മനസ്സിലായി? നീ എല്ലാം പറഞ്ഞു. ഞാൻ സ്റ്റുഡന്റ് അല്ല, ഓർമ്മയുണ്ടെന്നൊക്കെ. അല്ല, എനിക്ക് കളിക്കണണ്ട മണ്ടയില്. ആരത്? അസറുദ്ദീൻ. അതെ. ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. അതെ. കണ്ടെന്ന് എനിക്കറിയില്ല, വെറുതെ തള്ളിയതാണെന്ന് അറിയില്ല. ചിലപ്പോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവാം അല്ലേ? എത്ര വർഷം പോയി പറയോ? വർഷം പറഞ്ഞിട്ടില്ലല്ലോ. എത്ര വർഷം പോകാന്ന് പറയുന്ന കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. എന്നാലും മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഓക്കെ, എന്നാലും എന്നെ അറിയാന്ന് പറഞ്ഞില്ലേ? ഫ്രാക്ചറിന് ഞാൻ ഓർക്കുന്നു. അത് കാരണമാണ് ഈ സാധനം ഇട്ടത്. വേറെ ആളോട് ഉണ്ട് ഇതില് കഥയില്. ഞാൻ വിളിക്കാം. ആരായിരിക്കും? അല്ല, അയ്യോ, ആള് ബിസാണല്ലോ. അജിത്ത്. അതാരാണ്? സാറിന് അറിയാൻ വഴിയില്ല. അതെ. അപ്പൊ ഓപ്പൺ ചെയ്യിപ്പിക്കണോ? അല്ലേ? ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. പണ്ടത്തെ ലെറ്ററാണ് അത്. എനിക്കറിയുന്നില്ല എവിടെയോ കണ്ടെന്ന്. ഇതിന്റെ വേറൊരു ഫോമാണ് എനിക്ക് അന്ന് തന്നത്. അപ്പോ ഇവർ മൂവർ സംഘമാണ് ഇതിന് പിന്നില്. പിന്നെ ചെറുതായിട്ട് ഞാനും. അതെ. ഇവിടെ എത്തിയ കാര്യം ഞങ്ങൾ അറിഞ്ഞില്ല. അല്ല, ഞങ്ങൾ പ്ലാനിങ് അങ്ങനെയായിരുന്നു. ഇവിടെ എത്തുമ്പോ വിളിച്ച് പറഞ്ഞ്, പക്ഷെ ഇറങ്ങുമ്പോഴാണ് സ്കൂൾ വന്ന് ശരിക്കും. അതെ. അല്ല, ഞാൻ ചിലപ്പോ മാറ്റുവേ. മിതു, നീ അവിടെ നിക്കണ്ട, നീ അവിടേക്ക് വന്ന് പറഞ്ഞു. കൊറേ നേരം ഇങ്ങനെ നിക്കണേ. അതെ, കഴിക്കുന്നുണ്ട്. ഒരു ചായ കുടിച്ച 10 മിനിറ്റ് നിക്കാൻ പറ്റുള്ളതൊക്കെ. പക്ഷെ എന്നാലും ഇല്ലേ, പുള്ളിനെ കണ്ടപ്പോ എവിടെയോ കണ്ട പോലെ ഓർമ്മയുണ്ട്. എനിക്കും തോന്നി. ഞാൻ വിചാരിച്ചു കണ്ട. അല്ല, അങ്ങനെയല്ല. ഞാൻ ഈ ക്യാമറ ഒക്കെ കണ്ടപ്പോ ഞാൻ നമ്മുടെ സജീഷിന് ഓർമ്മയുണ്ട്. ക്യാമറയും നോക്കി നടന്നപ്പോ അപ്പൊ അതേപോലെ ആരോ ആണെന്ന് വിചാരിച്ചു ഞാൻ. ആളെന്നോട് എടുത്തോ? ആണോ? എടുത്തോ? ഇങ്ങനെ എടുത്തെത്തിയപ്പോ ഞാൻ ഇറങ്ങിയിട്ടില്ല. ഹലോ. ഹലോ. ഈ ബ്രോനെ എവിടെന്ന് അറിയാം? നമ്മുടെ ഈ ബ്രോനെ ക്യാമറ നോക്കിയ ബ്രോനെ എന്നെ. അതെ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. അതെ. ഫ്രാക്ചർ കാരണം നിർത്തിയത്. ശരി ശരി ശരി, വെച്ചോ, ഞാൻ വിളിക്കാം. അതെ, പിന്നെ തരാന്ന് പണി. ഓക്കെ. അജിത്തിനെ വേറെ വിളിച്ച പ്രാങ്ക് ചെയ്തു. രാവിലെ പുള്ളി നേരത്തെ വന്നിട്ടേ അജിത്തിനെ വിളിച്ചിട്ട്, അജിത്തെ പ്ലാൻ മാറ്റാൻ പറ്റും, ബർത്ത്ഡേ വേറെ എണീറ്റിട്ടില്ല, വിട്ടുപോയി. ശരിക്കും പേടിച്ച്. പിന്നെ അപ്പൊ ഞാൻ കൊടുക്കാം, അശ്വതിന് കൊടുക്കാം. അവളോടൊന്ന് പറ, മാറ്റാൻ പറ്റും. അയാളെ പൊക്കാൻ വേണ്ടി അവിടെ അവനാകെ കണ്ടിട്ട് അങ്ങനെ. അപ്പൊ എത്രയേ ഉള്ളൂ. ഞാൻ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കണം. കാരണം കയ്യിൽ ഈ സാധനം കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ പരമായിട്ട് എന്താ സംഭവിക്കുന്നത്. അപ്പൊ എനിക്ക് ടാസ്ക് തരുമോ, ഇപ്പൊ എന്താ പറയാ, ഈ സാധനം എനിക്കിനെ വേണല്ലോ. അല്ല, എനിക്കിത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് മനസ്സിലായി. പിന്നെ സാറിനൊക്കെ വിളിച്ചപ്പോ ഏതെങ്കിലും കുട്ടികളായി വിചാരിച്ചു.
അതാണ് ഞാൻ. പേരെന്തായിരുന്നു? ലിംസൺ. ഞാൻ പറഞ്ഞ പേരന്നെയാ. സ്ട്രേഞ്ചേഴ്സിന്റെ പോയി എടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കണ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഉണ്ട്, ഒരു കാണിച്ചു തരും. അല്ല ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായിരിക്കും. അതെ ഓ എന്താ വെറുതെടുക്കുക വിഷയമല്ല. കാണാറുണ്ട് അതേപോലെ. ഇതേപോലെ കുറെ പേരില്ലേ ഫസ്റ്റ് പരിപാടിയൊക്കെ തുടങ്ങി. അതെയോ? ഇപ്പൊ കുറെ പേരായി. അപ്പൊ ശരി, എന്തായാലും അടിപൊളിയാവട്ടെ. ഓക്കെ, സന്തോഷം. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും എന്നെ മനസ്സിലായ ഇപ്പത്തെ ചെയ്യണേ എന്തോ ക്യാമറയ്ക്ക് ഞാൻ വ്ളോഗിങ് ഒക്കെ ചെയ്യണ്ടെന്നൊക്കെ അതെങ്ങനെ മനസ്സിലായി? ഇതും ഗിഫ്റ്റ് പിടിച്ചു വന്നപ്പോ ഇതേപോലെ ഇത്ര വലിയ, ഞാൻ സത്യം വേണ്ട, എത്ര വലിയ പെട്ടിയാന്ന് വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചു തരാം, ഒരു കയ്യിൽ പിടിച്ചു തരാം, നോക്കി ഒരു സാധനം എടുത്ത് തന്നെയാണ് ഇതെങ്ങനെ കാണാണ്ട് കൊണ്ടിരുന്നെ. വേറെ സേവ് ദ ഡേറ്റ് വലിയൊരു സാധനം എടുക്കണോ? വേണ്ടല്ലേ? ഞാൻ ഇത് അജിത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അയച്ചു തരാം. നീ തന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞ് ആരാന്ന് ചോദിക്കുന്നത് വേണ്ടി കെട്ടിപ്പിടിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ജസ്റ്റ് നമുക്ക് അതിനെന്തോ കുഴപ്പമില്ല, ഇവിടെ ഇടയ്ക്കെടുക്കുള്ളൂ. അപ്പോഴേ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. അതെ. ഓക്കെ, സൂത്രധാരന്മാരിൽ 2 പേര് ഇവിടെ ഉണ്ട്, ഒരാള് ഇവിടെ ഇല്ല. ഓക്കെ, സാധനം കൊണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ, കാണാം. ഓക്കെ, ശരി. വെള്ളിപ്പളുങ്കു തണ്ണീരാറ്റിലൂടെ തമ്മിൽ പിണഞ്ഞു മീനായി നീന്തിടാമോ? നിന്നെ കുറിച്ചു പാടും പാട്ടിലെല്ലാം തുള്ളിത്തുളുമ്പി മിന്നെ കുഞ്ഞു തുള്ളി. ആറ്റുവഞ്ചി പൂക്കളാകെ ആടി